നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്താണ് വാസ്തുബലിയും അല്ലെങ്കിൽ പഞ്ചശില സ്ഥാപനം, ഇത് രണ്ടും ഏത് രീതിയിലാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ വിദ്യാമണ്ണം പണി ചെയ്താൽ കൂടി തന്നെ ബിംബപ്രതിഷ്ഠ കഴിഞ്ഞല്ലാതെ ക്ഷേത്രങ്ങളൊന്നും ആരാധനായോഗ്യങ്ങളാവുകയില്ല എന്നുള്ളതാണ് കണക്ക്. അതുപോലെ തന്നെയാണ് തച്ചുശാസ്ത്രപ്രകാരം പണി ചെയ്യിപ്പിച്ചൊരു വീട്, നല്ല രീതിയിൽ പണി ചെയ്യിപ്പിച്ചൊരു വീടായിരുന്നാലും ശരി, വാസ്തുബലിയും പഞ്ചശില സ്ഥാപനവും ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള ഗൃഹങ്ങൾ അധിവാസ യോഗ്യങ്ങളായി തീരുകയുള്ളൂ എന്നുള്ളതാണ് കണക്ക്. ഈ വാസ്തുബലി ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഗൃഹവും വസ്തുവും, അതായത് ഗൃഹം നിൽക്കുന്ന ആ സ്ഥലവും തമ്മിലുള്ള ബന്ധത്തെ ശരിപ്പെടുത്തുന്നതിനും പഞ്ചശില സ്ഥാപനം ഗൃഹത്തിൻ്റെ മർമ്മപീഡ പരിഹാരത്തിനും വീടിൻ്റെയോ അതിൻ്റെ മുറികളിൽ വരുന്ന അളവുകളിൽ വരുന്ന വൈകല്യത്തിനും പരിഹാരമായി കാണുന്ന ഒരു കർമ്മം കൂടിയാണ് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഒരു അമ്പലമായാലും ഒരു ഗൃഹമായാലും യഥാവിധി ചുറ്റളവുള്ള മതിലുകൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കണം എന്നുള്ളതും ശാസ്ത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. വാസ്തുവിന് അല്ലെങ്കിൽ ഒരു ഗൃഹം നിൽക്കുന്ന സ്ഥലത്തിന്, ആ ഗൃഹത്തിന് മർമ്മപ്പിട എന്നൊരു ദോഷം ഉണ്ട്. തച്ചുശാസ്ത്രം പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ അതിൻ്റെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പഠിച്ചവർക്ക് മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഗൃഹത്തിൽ ഈ മർമ്മപീഡ കൂടാതെ കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് വിധി. മർമ്മപീഡ ഇല്ലാതാക്കി തന്നെയാണ് അതിനകത്ത് വസിക്കാൻ എന്നുള്ളതാണ് വിധിയിൽ പറയുന്നത്. പക്ഷേ അതുകൂടാതെ കഴിയുവാൻ പ്രയാസമാണ്, വളരെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇത് നേരത്തെ കൂട്ടി തന്നെ ഋഷിമാർ എഴുതി വച്ചിട്ടുള്ളതും അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളതുമാകുന്നു. ഇതിലേക്കുള്ള പരിഹാരമാണ് പഞ്ചശിര സ്ഥാപനം എന്ന് പറയുന്നത്. സന്ധ്യാവന്ദനം തുടങ്ങിയ വൈദികമായ കർമ്മങ്ങളെല്ലാം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പുരാണങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ ശരിയായ രീതിയിൽ വിധിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഏതൊരു വൈകല്യവും കൂടാതെ ആ വക കർമ്മങ്ങളൊക്കെ വിധിപ്രകാരം അനുഷ്ഠിക്കുവാൻ പ്രാപഞ്ചികന്മാരായ ജനങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് സാധ്യമല്ല. ആ വക കർമ്മങ്ങളുടെ ഉത്തമമായ ആചരണം അത്രയ്ക്ക് വിഷമകരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ വക കർമ്മങ്ങളൊക്കെ നടത്തി വരുന്നത് ശരിയായ രീതിയിൽ ആയിരിക്കില്ല. ഇപ്പോൾ ഉള്ള ജനസമൂഹം ചെയ്തു വരുന്നത് ശരിയായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല, ഈ സന്ധ്യാവന്ദനം പോലുള്ള കാര്യങ്ങളൊക്കെ. ആയതിനാൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ, ഓരോ കർമ്മത്തിൻ്റെയും അവസാനത്തിൽ തന്നെ ആ വക ദോഷങ്ങളുടെ പരിഹാരത്തിനായി ഓരോ പ്രായശ്ചിത്തവും വിധിച്ചിരിക്കുകയാണ്. സന്ധ്യാവന്ദനത്തിൻ്റെ അവസാനത്തിലാണെങ്കിൽ അഷ്ടാക്ഷരം ജപിക്കുന്നതാണ് പ്രായശ്ചിത്തമായി തീരുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചശിര സ്ഥാപനവും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രഹത്തിന് മർമ്മപീഡ ഉണ്ടാവാനാണ് സാധ്യത കൂടുതലും. ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് നോക്കി പഞ്ചശിര സ്ഥാപനം നടത്തി ബലികർമ്മങ്ങളും നടത്തി വാസ്തുബലിയും നടത്തി അതെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഗൃഹം വാസയോഗ്യമാക്കി തീർക്കാനുള്ളത്. മറ്റെന്ത് ഗുണങ്ങൾ ഉണ്ടായാലും ശരി തന്നെയാണ്, ഗൃഹദോഷം തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആ ഗൃഹത്തിലുള്ളവർ അനുഭവിക്കേണ്ടി തന്നെ വരും എന്നുള്ളതാണ്. ആയതിനാൽ ഗൃഹം പണിയിക്കുന്നവരെല്ലാം ഈ വൈദിക ക്രിയയും ആവശ്യം പഠിച്ചിരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ പഞ്ചശിരസിൽ വരുന്നതെന്ന് പറയുമ്പോൾ പോത്ത്, സിംഹം, ആന, ആമ, പന്നി എന്നീ 5 മൃഗങ്ങളുടെ തലയുടെ രൂപങ്ങളാണ്. കഴുത്തിന് മേൽപോട്ടുള്ള ഭാഗം തലയുടെ രൂപങ്ങളാണ്. അത് സ്വർണത്തിൽ, പഞ്ചലോഹത്തിൽ, വെള്ളിയിൽ എന്നീ രീതിയിലൊക്കെ
ഇപ്പോൾ നമുക്കത് വാങ്ങിക്കുവാൻ കിട്ടുന്നതാണ്. ഒരു ചെറിയ ചെപ്പിനകത്ത് വെച്ച് ഈ 5 തലകളും കിട്ടുന്നതാണ്. അത് യഥാവിധി പൂജ ചെയ്ത് ഏതൊക്കെ ഭാഗത്താണ് ഏതൊക്കെ ശിരസ്സുകൾ വയ്ക്കേണ്ടതെന്ന് കൃത്യമായി ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് അത് സ്ഥാപിക്കുന്നത്. ഈ രീതിയിലാണ് പഞ്ചശിരസിൻ്റെ സ്ഥാപനം ചെയ്യാനുള്ള. ആ രീതിയിൽ വരുന്ന മർമ്മപീഠകളൊക്കെ ഗൃഹത്തിന് വരുന്ന മർമ്മപീഠകളൊക്കെ ആ കർമ്മങ്ങൾ കൊണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ ഗൃഹത്തിൽ മർമ്മപീഠ വരാൻ 2 വേറെ കാര്യങ്ങൾ പറയുന്നുള്ളത്. ഒന്ന് യമസൂത്രവും ഒന്ന് വായുസൂത്രവുമാണ്. ഇതിലേതെങ്കിലും സൂത്രങ്ങൾ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ തന്നെയും ആ ഗൃഹത്തിന് മർമ്മപീഠ അനുഭവത്തിൽ വരുന്നതാണ്. ആ ഗൃഹത്തിൽ അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ യഥാവിധി പരിശോധിച്ച് ആ സൂത്രങ്ങളും തുറന്നു കൊടുത്ത് പഞ്ചശിരസ് സ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ഗൃഹത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. ഒരു ചതുരാകൃതിയിലുള്ള ചെമ്പ് കൊണ്ടുള്ളതോ വെള്ളി ആണെങ്കിലോ സ്വർണ്ണമാണെങ്കിലോ ഏത് ലോകത്തിൽ പഞ്ചലോകമായിരുന്നാലും ചതുരാകൃതിയിലുള്ള ഒരു ചെപ്പിൽ 5 കള്ളികളായിട്ട് ഭാഗിച്ച് ഈ 5 തലകൾ 5 ഭാഗത്തായിട്ട് സ്ഥാപിച്ച് അടച്ച് പൂജിച്ചടച്ച് സ്ഥാപിക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ചെറുതായ 5 മൺപാത്രങ്ങളിൽ വെച്ച് സ്ഥാപിക്കുക അങ്ങനെ ചെയ്യുന്നതും പതിവുണ്ട്. എന്നാൽ ആ രീതിയിലല്ലാതെ എല്ലാം കൂടെ ഒരു ചെപ്പിനകത്ത് തന്നെ 5 സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞത്. ഇത് സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഏതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്ഥാപിച്ച് കഴിഞ്ഞാൽ അത് അവിടെ സ്ഥാപിതമായത് എന്ന് തന്നെയാണ് അർത്ഥം. അതിൽ യാതൊരു വിധത്തിലുള്ള അശുദ്ധിയും പിന്നെ അതിനെ ബാധിക്കുകയില്ല എന്നുകൂടി ഉണ്ട്. ചില ആൾക്കാർ ഈ പഞ്ചശിരസ് പൂജിച്ച് പൂജാമുറിയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അതും ഉത്തമമായി തന്നെ വരുന്നതാണ്. എന്നിരുന്നാലും അത് സ്ഥാപിക്കേണ്ട രീതിയുണ്ട്. ശരിക്കും അത് നേരെ ഗൃഹത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇടത് സൈഡിലെ വാതിലിൻ്റെ കട്ടളയുടെ അടിയിലായിട്ടാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പഞ്ചശിരസ് സ്ഥാപിച്ച് വീടിൻ്റെ മർമ്മപിട മാറ്റിയെടുക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രേക്ഷകരുടെയും കമൻറ്റുകൾക്ക് സമയം കിട്ടുന്നത് പോലെ മറുപടി തരുന്നതായിരിക്കും. കൂടാതെ തന്നെ പഞ്ചശിരസിൻ്റെ സ്ഥാപനവും വാസ്തുബലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം അറിവുള്ള ആചാര്യന്മാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുവാൻ പരമാവധി ശ്രമിക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.